സെൻട്രൽ ട്രാവൻകൂർ സഹോദയ കലോത്സവത്തിന് പത്തനംതിട്ട തിരുവല്ലയിൽ തുടക്കമായി. 4 പ്രധാന വേദികളിലും 19 ഉപവേദികളുമായാണ് കലോത്സവം നടക്കുന്നത്. മൂന്ന് ദിനരാത്രങ്ങളിലായി 4938 വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കുന്ന ക്യാമ്പസ് കലോത്സവത്തിനാണ് തുടക്കമായത്. തിരുവല്ല കുറ്റപ്പുഴ ചോയ്സ് സ്കൂൾ അങ്കണത്തിൽ സഹോദയ സ്കൂൾ സംഘടനാ ജനറൽ സെക്രട്ടറി ഡോക്ടർ ദീപാചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. യുവജനോത്സവ കുഞ്ഞുങ്ങൾ വരുമ്പോൾ അവർക്ക് അവരുടെ ടാലൻസ് പ്രദർശിപ്പിക്കാൻ മാത്രമല്ല, ഒരുപാട് സ്കൂളുകളുടെ കുട്ടികളെ കാണാനും പരിചയപ്പെടാനും പുതിയ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കാനും സമൂഹത്തിൽ നമുക്ക് വേണ്ട കുറെ സ്കില്ലുകൾ ഉണ്ടല്ലോ, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനും ടൈമിലേക്ക് നമ്മൾ അവരെ പ്രിപ്പയർ ചെയ്യുമ്പം അവർക്ക് അവരുടെ ഒരു കോമ്പറ്റീഷനിൽ വരുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ഒരു 1% നമ്മൾ പറയുക കുറച്ചും കൂടെ നമ്മൾ ടോളർ ആവുക എന്നാണ് പറയുക. കാര്യം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെയുള്ള യുവജനോത്സവ വേദികൾ ഇതാണ് പഠിക്കേണ്ടത്. പത്തനംതിട്ട, ആലപ്പുഴ, കൊല്ലം ജില്ലകളിലെ CBSE സ്കൂളുകളിൽ നിന്നായി 4938 വിദ്യാർത്ഥികളാണ് വിവിധ മത്സരങ്ങളിൽ മാറ്റുരയ്ക്കുന്നത്. 2 സ്കൂളുകളിലായി 4 പ്രധാന വേദികളിലും 19 ഉപവേദികളിലുമാണ് മത്സരങ്ങൾ നടക്കുന്നത്. നാടോടി നൃത്തം, കുച്ചിപ്പുടി, ഭരതനാട്യം, ചിത്രരചന തുടങ്ങി വിവിധ കലാമത്സരങ്ങൾ 3 ദിനരാത്രങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിൽ മാറ്റുരയ്ക്കും. കുട്ടികൾക്ക് സൗഹൃദം പങ്കുവയ്ക്കാനും അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനുമുള്ള അവസരമാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് ചോയ്സ് സ്കൂൾ പ്രിൻസിപ്പൽ അനീഷ സെൻ പറഞ്ഞു. അറൌണ്ട് 96 ഇവന്റ്സ് ഇവിടെ നടക്കുന്നുണ്ട്. അത്രയും പാർട്ടിസിപ്പൻസ് ഇവിടെയുണ്ട്. ഒരു വലിയ സന്തോഷമായിട്ടുള്ള ഒരു അവസരമാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തുചേരാനും കുട്ടികൾക്ക് അന്യോന്യം പരസ്പരം സൗഹൃദം പങ്കുവയ്ക്കാനും അതിൻ്റെ കൂടെ അവരുടെ ടാലൻസ് പ്രദർശിപ്പിക്കാനും കിട്ടിയ വലിയൊരു അവസരമാണ്. ഇത് എല്ലാവർക്കും ഒരു സന്തോഷമായിരിക്കട്ടെ. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.